الحمد لله نحمده ونستعينه ونستهديه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وجعلنا خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن سيدنا وحبيبنا وقائدنا وأسوتنا ومعلمنا ورسولنا محمدا عبده ورسوله أدى الأمانة وبلغ الرسالة ونصح للأمة وجاهد في الله حق جهاده وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك اللهم صل وسلم على هذا النبي الكريم وعلى آله وصحابته أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم صدق الله العظيم പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്തിനെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടും അവൻ വിരോധിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ടും മുത്തഖീങ്ങളായി മുന്നോട്ടു പോകണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന തരത്തിലുള്ള അവൻ്റെ സ്വർഗം നേടിയെടുക്കാൻ തക്കതായ പ്രവർത്തനങ്ങൾ ആണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലായ്പ്പോഴും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അള്ളാഹു ആ വിധത്തിലുള്ള മുത്തഖീങ്ങളുടെ അമലുൻ സാലിഹ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ അങ്ങനെ അവൻ്റെ സ്വർഗം പുൽകാൻ സാധിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അവൻ്റെ എല്ലാവിധ ശിക്ഷകളിൽ നിന്നും നമ്മെ എല്ലാവരെയും അവൻ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിൻ്റെ തുണ എല്ലായ്പ്പോഴും നമുക്കെല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുമാറാവട്ടെ. അള്ളാഹു പരിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടനവധി ഹദീസുകളിലൂടെയും ഒക്കെ സത്യവിശ്വാസികളെ ഓർമ്മിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഹൃദയം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം എന്ന കാര്യം. കാരണം മനുഷ്യൻ്റെ ഹൃദയമാണ് എല്ലാം, മനുഷ്യൻ്റെ മനസ്സാണ് എല്ലാം. അത് ഭൗതികമായും നമുക്കറിയാവുന്നതുപോലെ അങ്ങനെയാണ്. ഹൃദയത്തിൽ നിന്നാണ് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ ചലനവും സംഭവിക്കുന്നത്. അവൻ്റെ ചലനത്തിൻ്റെ മുഴുവൻ സ്രോതസ് ഹൃദയമാണ്. അവൻ്റെ ശരീരത്തിൻ്റെ മുഴുവനും രക്തം ശരീരത്തിലേക്ക് മുഴുവനും അത് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ്. അവൻ്റെ ശരീരത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഹൃദയമാണ്. അപ്പോൾ ഭൗതികമായി തന്നെ ഹൃദയമാണ് ഒരു മനുഷ്യന്റെ മർമ്മം എന്ന് പറയുന്നത്. ഈ ഹൃദയത്തിന്റെ സ്തംഭനമാണ് മരണം എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയം സ്തംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യനില്ല. അവൻ്റെ ശരീരത്തിന്റെ ബാക്കി എല്ലാ അവശിഷ്ടങ്ങളും ഇല്ലാതായി കഴിഞ്ഞു. അത് നിർജീവമായി, അത് അതിന്റെ ധർമ്മം നിർവഹിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലായി. ഹൃദയത്തിന്റെ സ്തംഭനം ഒരാളുടെ അവസാനമാണ്, മരണമാണ്. ഇത് ഭൗതികമായി മാത്രമല്ല, ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അത് നന്നായാൽ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ എന്ന് പറയുന്നത് അതേപറ്റിയാണ്. അത് നന്നായാൽ മനുഷ്യൻ നന്നായി, അത് കേടുവന്നാൽ മനുഷ്യൻ കേടുവന്നു. അതാണ് പ്രധാനം. ഒരു മനുഷ്യന് നന്നാവുന്നതും മോശമാവുന്നതും അവിടെ നിന്നാണ്. അത് നന്നായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഭദ്രമാണ്, അത് മോശമായാൽ ബാക്കിയെല്ലാം മോശമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുകയുണ്ടായിട്ടുണ്ട്, ഫഇന്ന
ലാ തഅമൽ അബ്സാറു വലാകിൻ തഅമൽ ഖുലൂബ് ഫിസ്സുദൂർ. ഒരു മനുഷ്യന്റെ കണ്ണിനല്ല അന്ധത ബാധിക്കുന്നത്, കണ്ണല്ല കാണാതിരിക്കുന്നത്. വലാകിൻ തഅമൽ ഖുലൂബ് ഫിസ്സുദൂർ, ഒരാളുടെ നെഞ്ചിനകത്തുള്ള ഹൃദയത്തിനാണ് അന്ധത ബാധിക്കുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഒരിക്കലും ഫഇന്നഹ ലാ തഅമൽ അബ്സാറു വലാകിൻ തഅമൽ ഖുലൂബു അല്ലതി ഫിസ്സുദൂർ. ഒരിക്കലും കണ്ണിനെയല്ല അന്ധത ബാധിക്കുന്നത്, പകരം ഒരാളുടെ നെഞ്ചിനകത്തുള്ള ഹൃദയത്തിനെയാണ് അന്ധത ബാധിക്കുന്നത്. ഒരാൾക്ക് കണ്ണ് കാണാതാവുന്നത് അയാളുടെ കണ്ണ് അല്ല യഥാർത്ഥത്തിൽ കാണാതാവുന്നത്, അയാളുടെ ഹൃദയത്തിനാണ് വെളിച്ചം നഷ്ടപ്പെടുന്നത്. ഒരാൾ വഴികേടിലാവുക എന്ന് പറയുന്നത് അയാളുടെ ഹൃദയത്തിന് അന്ധത ബാധിക്കുമ്പോഴാണ്, ഹൃദയത്തിന് കണ്ണ് കാണാതാകുമ്പോഴാണ്. കണ്ണിന്റെ കാണായ്മയല്ല യഥാർത്ഥത്തിൽ പ്രശ്നം, പകരം ഹൃദയത്തിന്റെ കാണായ്മയാണ്, കാര്യങ്ങളെ കാണാതിരിക്കുന്നതാണ്, ഹൃദയത്തിന്റെ അന്ധതയാണ് യഥാർത്ഥത്തിൽ പ്രശ്നം എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ ഹൃദയത്തെ എപ്പോഴും കണ്ണ് കാണുന്നതും കാഴ്ചയുള്ളതും വെളിച്ചമുള്ളതും പ്രകാശമുള്ളതും ആക്കി നിലനിർത്തുവാൻ ഒരാൾക്ക് എത്രത്തോളം കഴിയുന്നു അത്രത്തോളമാണ് അയാളുടെ നന്മ, അയാളുടെ സൽക്രമം എന്ന് പറയുന്നത്. ഈ ഹൃദയത്തിന്റെ പ്രകാശത്തെ കെട്ടുപോകാതെ സൂക്ഷിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഈമാൻ എന്ന് പറയുന്നത്. ഈ ഹൃദയത്തിന്റെ പ്രകാശം കെട്ടുപോവുക എന്ന് പറയുന്നതാണ് നമ്മുടെ വഴികേട്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന, മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഹൃദയം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഖൽബ് എന്നാണ് ഹൃദയത്തിന് മലയാളത്തിൽ പറയുക, അല്ല അറബിയിൽ പറയുക. മലയാളത്തിലും നമ്മൾ പലപ്പോഴും ഖൽബ് എന്ന് പ്രയോഗിക്കാറുണ്ട്. അപ്പൊ ഈ ഖൽബ് എന്ന് പറയുന്ന അതിന്റെ അർത്ഥം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നമാ സുമ്മിയൽ ഖൽബു മിൻ തഖല്ലുബിഹി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കുക എന്നാണ് ഖലബ എന്ന് പറഞ്ഞാൽ അതിന്റെ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം തന്നെ. അപ്പോ ഖലബ എന്ന് പറയുന്ന ഇതിൽ നിന്നാണ് ഖൽബ് ഉണ്ടാകുന്നത്. അപ്പൊ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഹൃദയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഇന്നമാ സുമ്മിയൽ ഖൽബു. ഖൽബ് എന്ന പേര് അതിന് നൽകപ്പെടുവാനുള്ള കാരണം, അങ്ങനെ പറയപ്പെടുവാനുള്ള കാരണം മിൻ തഖല്ലുബിഹി, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ടാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നമാ മസലുൽ ഖൽബി കമസലി റീശത്തിൻ മുഅല്ലഖത്തിൻ ഫീ അസ്ലി ഷജറത്തിൻ. ഹൃദയത്തിന്റെ ഉദാഹരണം ഒരു വൃക്ഷത്തിൽ കെട്ടിത്തൂക്കിയിട്ട ഒരു തൂവൽ പോലെയാണ്. ഒരു വൃക്ഷത്തിൽ കെട്ടിത്തൂക്കിയിട്ട ഒരു തൂവൽ പോലെയാണ്. ഈ തൂവൽ കാറ്റടിക്കുമ്പോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതുപോലെയാണോ ആടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ആണ് ഹൃദയം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും മനുഷ്യരുടെയൊക്കെ ഹൃദയത്തിന്റെ കഥ. അത് ഇങ്ങനെ മാറിമറിഞ്ഞുകൊണ്ടിരിക്കും, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഈ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൃദയത്തെ ഒരാൾ ഒരു നിലപാടിൽ ഉറപ്പിച്ചു നിർത്തുക എന്ന് പറയുന്നതാണ് ഒരാളുടെ ശക്തി. അതിനെ മാറിമറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സമ്മതിക്കാതെ അതിനെ ഒരു നിലപാടിൽ, ഈമാനിന്റെ നിലപാട് തറയിൽ, വിശ്വാസത്തിൽ അതിനെ സ്ഥാപിച്ച് ഉറപ്പിച്ചു നിർത്തുക എന്ന് പറയുന്നതാണ് ഒരാളുടെ ശക്തി. അതിനെയാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്, ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത്. ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തുക. ഹൃദയം ഉറച്ചു നിന്നാൽ പിന്നെ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളെയും ഉറപ്പിച്ചു നിർത്താൻ കഴിയും. ഹൃദയം താളം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന്റെ ഒരവയവത്തെയും നിയന്ത്രിച്ചു നിർത്തുവാൻ ഒരാൾക്കും സാധ്യമല്ല. ഖുലൂബിൽ ഇബാദി ജമീഇഹിം മിൻ ഇസ്ബഅൈനി മിൻ ബൈന ഇസ്ബഅൈനി മിൻ അസാബിഇർ റഹ്മാൻ യുഖല്ലിബുഹാ കൈഫ യശാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മനുഷ്യരുടെ മുഴുവൻ ലോകത്തുള്ള എല്ലാ അള്ളാഹുവിന്റെ അടിമകളുടെയും ഹൃദയങ്ങൾ, അവരുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ 2 വിരൽത്തുമ്പുകൾക്കിടയിലാണ്. ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളുടെയും മുഴുവൻ മനുഷ്യരുടെയും ഹൃദയങ്ങളെ അള്ളാഹുവിന്റെ 2 വിരൽത്തുമ്പിൽ ഒതുക്കാവുന്നതേ ഉള്ളൂ പടച്ചതമ്പുരാന്. അപ്പൊ ഈ 2 വിരൽത്തുമ്പിലാണ് അള്ളാഹു, ഈ 2 വിരൽത്തുമ്പിനിടയിലാണ് ഒതുക്കിയിരിക്കുകയാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ഹൃദയങ്ങളെ. യുഖല്ലിബുഹാ കൈഫ യശാ. അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അവയെ മാറ്റിമറിക്കുവാൻ അവന് കഴിയും. അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അവയെ മാറ്റിമറിക്കുവാൻ അവന് കഴിയും. ഉറപ്പിച്ചു നിർത്തുവാൻ
ഉള്ള നീയത്തുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവനെ ഉറപ്പിച്ചു നിർത്തും. നമ്മുടെ കാര്യത്തിൽ അധ്വാന പരിശ്രമങ്ങൾ നടത്തുന്ന ആളുകളെ ലനഹദിയന്നഹും സുബുലന, അവരെ നാം നമ്മുടെ മാർഗത്തിലാക്കും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാർഗത്തിൽ അധ്വാന പരിശ്രമങ്ങൾ നടത്തുന്ന ആളുകളെ അല്ലാഹു ലനഹദിയന്നഹും സുബുലന, അവരെ നമ്മുടെ മാർഗത്തിലാക്കും. പക്ഷേ അടിമയുടെ വിശ്വാസിയുടെ ഭാഗത്തു നിന്ന് മുജാഹദ, അതിനു വേണ്ടിയിട്ട് അധ്വാന പരിശ്രമങ്ങൾ നടത്താൻ അവൻ സന്നദ്ധനാകണം. അങ്ങനെ വരുമ്പോൾ അള്ളാഹു അവനെ ഉറപ്പിച്ചു നിർത്തും. അപ്പോൾ അള്ളാഹു ഈ ഹൃദയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ വിരൽത്തുമ്പുകൾക്കിടയിലാണത്. മാറിമറിഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ന പദമാണ് ഹൃദയത്തിന് അറബിയിൽ ഖൽബ് എന്ന പദമാണ് ഹൃദയത്തിൽ അതിന് നൽകപ്പെട്ടിരിക്കുന്നത്. അത് ഒരു വൃക്ഷത്തിൽ കെട്ടിത്തൂക്കിയിട്ട ഒരു തൂവല് പോലെയാണ്. കാറ്റെങ്ങനെയാണോ ഈ തൂവലിനെ കൊണ്ട് അമ്മാനമാടുന്നത്, അതുപോലെ മനുഷ്യന്റെ ഹൃദയത്തെ അവന്റെ ചുറ്റുപാടുമുള്ള സംഗതികൾ ഇങ്ങനെ ആട്ടി കറക്കിക്കൊണ്ടിരിക്കും, മാറ്റിമറിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഹൃദയത്തെ എല്ലായ്പ്പോഴും അള്ളാഹുവിന്റെ മാർഗത്തിൽ, ഈമാനിൽ, ഇസ്ലാമിൽ പിടിച്ചു നിർത്തുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ സഹോദരന്മാരെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. ഇതിനെ മാറ്റിമറിക്കുന്ന കുറെ ഘടകങ്ങൾക്കിടയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പല പല ഘടകങ്ങളുമുണ്ട്. അള്ളാഹു തന്നെ ഹൃദയങ്ങളെ സംബന്ധിച്ച്, മനുഷ്യന്റെ ഹൃദയങ്ങളെ സംബന്ധിച്ച് കുറെ കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചിലതാണ് അൽ ഖാസിയത്തു ഖുലൂബുഹും, ഹൃദയങ്ങൾ വളരെ കടുത്തുപോയ മനുഷ്യന്മാര്. ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം, ചില ആളുകളുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു സീല് വെച്ചിരിക്കുന്നു. ചില ആളുകളുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു അടപ്പിട്ടിരിക്കുന്നു. അവയ്ക്ക് ഒന്നും കാണാനും കേൾക്കാനും സാധ്യമല്ല. ചില ഹൃദയങ്ങൾക്ക് അന്ധത ബാധിച്ചിരിക്കുന്നു. ഹൃദയങ്ങളെപ്പറ്റി കുറെ വർത്തമാനങ്ങൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മനുഷ്യരുടെ ഹൃദയത്തിന് വരുന്ന ഒരു അവസ്ഥയാണ് അത് കടുത്തതായി പോവുക എന്നുള്ളത്, അത് ശരിയാവാതിരിക്കുക എന്നുള്ളത്. ഇത് നമുക്കും സംഭവിക്കുവാനുള്ള കുറെ കാരണങ്ങളുണ്ട്. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതോടുകൂടി അവന്റെ ഹൃദയം വഷളാകും. ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതോടുകൂടി അവന്റെ ഹൃദയത്തിന്റെ ഈമാനിന്റേതായ താളങ്ങൾ തെറ്റുകയാണ്. അതോടുകൂടി അതിന്റെ പിടുത്തം വിടുകയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യസ്നി സാനി വഹുവ മുഅ്മിനുൻ, ഒരു വ്യഭിചാരി വ്യഭിചരിക്കുകയില്ല. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിനുൻ, ഒരു വ്യഭിചാരി വ്യഭിചരിക്കുമ്പോൾ അവൻ മുഅ്മിനായിരിക്കുകയില്ല. വലാ യസ്രിഖു സാരിഖുൻ ഹീന യസ്രിഖു വഹുവ മുഅ്മിനുൻ, മോഷണം നടത്തുന്ന ഒരാൾ മോഷണം നടത്തുമ്പോൾ അയാൾ മുഅ്മിനായിരിക്കുകയില്ല. അതായത് ആ സന്ദർഭത്തിൽ അയാളുടെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ മുഴുവനായിട്ടും പറിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾ മോഷണം നടത്തുന്നത്, അതുകൊണ്ടാണ് അയാൾ വ്യഭിചരിക്കുന്നത്. ആ സന്ദർഭത്തിൽ ശാശ്വതമായിട്ടല്ലെങ്കിലും ആ ഒരു തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ അയാളുടെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈമാൻ ഉണ്ടായിരിക്കെ ഒരാൾക്ക് വ്യഭിചരിക്കുവാൻ സാധ്യമല്ല. ഈമാനോട് ഉണ്ടായിരിക്കെ ഒരാൾക്ക് മോഷണം നടത്തുവാൻ സാധ്യമല്ല. ആ സന്ദർഭത്തിൽ അയാൾക്ക് ഈമാൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ തെറ്റ് ചെയ്യുമ്പോൾ ഒരു മനുഷ്യന്റെ ഈമാൻ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതായി പോയി. നമ്മളും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതോടുകൂടി ഹൃദയത്തിൽ നിന്ന് ആ സന്ദർഭത്തിൽ ഈമാൻ ഇല്ലാതായിരിക്കുന്നു. ഇങ്ങനെ കുറെ തെറ്റുകൾ മനുഷ്യന്മാർ ആവർത്തിച്ച് ചെയ്യുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ ഇല്ലാതായി പിന്നെ അതൊരു കടുത്ത ഹൃദയമാകും, ഒന്നും മേശാത്ത ഒരു ഹൃദയമാകും, ആരെന്ത് പറഞ്ഞാലും മാറ്റിയെടുക്കാൻ പറ്റാത്ത ഒരു ഹൃദയമാകും. ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഹൃദയത്തിൽ ഓരോ കറകൾ വീഴുകയാണ്. അങ്ങനെ കുറെ തെറ്റുകൾ ചെയ്യുമ്പോൾ ഹൃദയത്തിൽ മുഴുവനും പുള്ളിയും കുത്തും വീണ് അത് ആകെ കറുത്തിരുണ്ട ഒരു ഹൃദയമാണ് ആവുകയാണ്. അത് ഇരുട്ടടഞ്ഞ ഒരു ഹൃദയമായി തീരുകയാണ്. പിന്നെ അതിലേക്ക് ഒന്നും പ്രവേശിക്കുകയില്ല. അതോടുകൂടി ഒരു മനുഷ്യന്റെ നാശം ആരംഭിച്ചു. ഇപ്പൊ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഒരു തെറ്റ് എന്ന് പറയുന്നത് ഒരവസരത്തിൽ ആ തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മൾ ആ സന്ദർഭത്തിൽ മുഅ്മിനല്ല. വഹുവ മുഅ്മിനുൻ, അയാൾ മുഅ്മിനായിക്കൊണ്ട് ആ തെറ്റ് ചെയ്യുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ തെറ്റുകൾ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അപ്പോഴൊക്കെ ഈമാൻ ഇല്ലാതായി അവസാനം അവൻ വൃത്തികേടുകളിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യനാവുകയാണ്.
ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് ഇവിടെയാണ്, ഹൃദയത്തിലാണ്. ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ, അവന്റെ ദുനിയാവിൽ, അവന്റെ ആഖിറത്തിൽ മുഴുവനും മാറ്റങ്ങൾ സംഭവിച്ചു. അതോടുകൂടി അവന്റെ ജീവിതത്തിന്റെ പരിണിതി മുഴുവനും അവന്റെ ഈ ഹൃദയം എന്ന് പറയുന്ന അവയവം നിശ്ചയിച്ചു കഴിഞ്ഞു. അവന്റെ ജീവിതത്തിന്റെ കഥ കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ ഹൃദയം ഇതുപോലുള്ള ഒരു കടുത്ത പാറ പോലുള്ള ഹൃദയം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതുപോലെ ഒന്നും മേശാത്ത ഒരു ഹൃദയമായിട്ട് നമ്മുടെ ഹൃദയം മാറുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പോ തെറ്റുകൾ ഹൃദയങ്ങളെ വഴികേടിലാക്കും. ജീവിത സാഹചര്യങ്ങൾ ഹൃദയങ്ങളെ വഴികേടിലാക്കും. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം എന്ന് നമ്മൾ ആദ്യം ഓതിയ ആയത്തുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തെ പറ്റി പറയുകയാണ്. യൗമ ലാ യൻഫഉ, ആ ദിവസത്തിൽ ഒരാൾക്കും അയാളുടെ സമ്പത്തും അതുപോലെ തന്നെ അയാളുടെ സന്താനങ്ങളും കുടുംബവും ഒന്നും ഉപകരിക്കുകയില്ല. ആ ദിവസത്തിൽ ഇതൊന്നും ഉപകരിക്കുകയില്ല. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ചൊവ്വായ വളവും വക്രതയുമില്ലാത്ത ഹൃദയവുമായിട്ട് അള്ളാഹുവിന്റെ അടുത്ത് വന്നവനല്ലാത്ത ഒരാൾക്കും അന്ന് രക്ഷയില്ല അന്ത്യനാളിൽ. അപ്പൊ ഈ ഖൽബുൻ സലീം എന്ന് പറയുന്നത് ഒരു രോഗവുമില്ലാത്ത, രോഗാതുരമല്ലാത്ത ഹൃദയവുമായിട്ട്, ശുദ്ധ സംശുദ്ധ സുന്ദരമായ ഹൃദയവുമായിട്ട്, ഒരു കറയും പുരളാത്ത ഹൃദയവുമായിട്ട് അള്ളാഹുവിന്റെ അടുത്ത് വരുന്ന ആളുകൾക്കാണ് രക്ഷ. അന്ന് ഒരാളുടെ കുടുംബമോ അയാളുടെ സന്താനങ്ങളോ അയാളുടെ സമ്പത്തോ അയാളുടെ മക്കളോ അള്ളാഹുവിന് ഉപകരിക്കുകയില്ല. ഉപകരിക്കുക ഒരു സംഗതി മാത്രമാണ്, അത് ഖൽബുൻ സലീം, സുരക്ഷിതമായ ഒരു പോറലും ഏറ്റിട്ടില്ലാത്ത ശുദ്ധമായ ഒരു ഹൃദയവുമായിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ വരുന്നവനാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോ അന്ന് ഒരിക്കലും സമ്പത്തും സന്താനങ്ങളും ഉപകരിക്കുകയില്ല. ഈ സമ്പത്തും സന്താനങ്ങളും പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ മാറ്റിമറിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. നമ്മുടെ ഈമാൻ ഇല്ലാതാക്കുന്ന ഘടകങ്ങളാണ്. അത് തീർച്ചയായും ജീവിതത്തിന്റെ അലങ്കാരമാണ്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, ജീവിതത്തിന്റെ അലങ്കാരമാണ്. അത് ജീവിതത്തിന്റെ അനിവാര്യതയാണ്, ജീവിതത്തിന്റെ ആവശ്യമാണ്, ജീവിതത്തിന്റെ സൗന്ദര്യമാണ്. ഇതൊക്കെ സംശയമില്ല. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ ഹൃദയത്തിന്റെ താളത്തെ തെറ്റിക്കുന്ന ഘടകമാണ് നമ്മുടെ കുടുംബവും അതുപോലെ തന്നെ നമ്മുടെ സമ്പത്തും എന്ന് പറയുന്നത്. മഹാനായ ഇമാം ഹസനുൽ ബസ്രി പറയാറുണ്ടായിരുന്നു, ഇഖ്വാനുന അഗ്ലാ ഇൻദനാ മിൻ അഹ്ലീന ഫഅഹ്ലൂന യുദക്കിറൂനന ദുനിയ വഇഖ്വാനുന യുദക്കിറൂനന ബിൽ ആഖിറ. എനിക്ക് എന്റെ കുടുംബത്തെക്കാൾ പ്രധാനമാണ്, വിലപിടിപ്പുള്ളവരാണ് എന്റെ സഹോദരന്മാർ, ഈമാനുള്ള എന്റെ സഹോദരന്മാർ, എന്റെ സുഹൃത്തുക്കൾ, എന്റെ കുടുംബം. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് യുദക്കിറൂനന ദുനിയ, അവർ നമ്മെ ദുനിയാവാണ് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദുനിയാവിന്റെ ഹരം നമ്മിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുടുംബം ചെയ്യുന്നത്. ഈ ഹരമാണ് നമുക്ക് എപ്പോഴും കുടുംബം നൽകിക്കൊണ്ടിരിക്കുന്നത്. വഇഖ്വാനുനാ യുദക്കിറൂനനാ ബിൽ ആഖിറ, എന്നാൽ നമ്മുടെ സഹോദരന്മാർ അവർ ആഖിറത്താണ് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആഖിറത്താണ് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരന്മാരെ പറ്റിയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ സഹോദരന്മാർക്കിടയിൽ ഇറങ്ങിയാൽ അദ്ദേഹത്തിന്റെ ഈമാൻ വർദ്ധിക്കും. അദ്ദേഹം തന്നെ ഈമാനിന്റെ ഒരു കത്തി നിൽക്കുന്ന വിളക്കായിരുന്നു ഇമാം ഹസനുൽ ബസ്രി. താബിഈകളുടെ കൂട്ടത്തിൽ ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമായിരുന്നു ഇമാം ഹസനുൽ ബസ്രി. അദ്ദേഹത്തെ കണ്ടാൽ തന്നെ ആളുകളുടെ ഈമാൻ വർദ്ധിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം അങ്ങാടിയിൽ ഇറങ്ങിയാൽ കച്ചവടക്കാര് കച്ചവടം നടത്തി തസ്ബീഹ് ചൊല്ലാൻ ആരംഭിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയുന്നത്. ഇമാം ഹസനുൽ ബസ്രി ആളുകളുടെ ഇറങ്ങി വന്നാൽ മതി, അദ്ദേഹം സംസാരിക്കേണ്ടതില്ല. അത്രയും ഒരു അസാധാരണമായ വ്യക്തിത്വമായിരുന്നു, മാതൃകാ വ്യക്തിത്വമായിരുന്നു ഇമാം ഹസനുൽ ബസ്രി. അദ്ദേഹം പറയുകയാണ്, കുടുംബക്കാർ പലപ്പോഴും നമ്മുടെ കുട്ടികളും ഭാര്യാമക്കളും സന്താനങ്ങള് സമ്പത്തൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദുനിയാവാണ്. അവർ ദുനിയാവിലെ ഹരമാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേ അവസരത്തിൽ ഈമാനിന്റെ നിറകുടങ്ങളായ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ സഹോദരന്മാർ, അവർ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ആഖിറത്തിനെ പറ്റിയുള്ള ചിന്തയാണ്. ആഖിറത്തിനെ പറ്റിയുള്ള ചിന്തയാണ്. അപ്പോ ഇതും പ്രധാനമാണ്. നമ്മുടെ ഹൃദയത്തെ താളം തെറ്റിക്കുന്നത് ആരാണ്? നമ്മുടെ ചുറ്റുപാടുമുള്ള ജനങ്ങളാണ്.
നമ്മൾ സഹവസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. കുടുംബം മാത്രമല്ല, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, ഇവരൊക്കെ നമ്മുടെ ഹൃദയത്തിന്റെ താളം തെറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സംസാരങ്ങൾ പലപ്പോഴും വഴിവിടുകയും പറയാൻ പാടില്ലാത്തത് നമ്മെക്കൊണ്ട് പറയിപ്പിക്കുകയും കേൾക്കാൻ പാടില്ലാത്തത് നമ്മെക്കൊണ്ട് കേൾപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ഒരു വലിയ ജനങ്ങളുടെ ഇടയിലാണ്, അവരുമായി ഇടപഴകിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെ ജീവിക്കുമ്പോൾ അവരും നമ്മുടെ ഹൃദയത്തെ നമ്മളറിയാതെ താളം തെറ്റിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് മാതൃകയില്ലാത്ത ഒരു സാഹചര്യമാണ് നിർഭാഗ്യവശാലുള്ളത്. ഇമാം ഹസനുൽ ബസരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു മാതൃകയായിരുന്നു, അദ്ദേഹം ഒരു മോഡലായിരുന്നു. അതുപോലെ കുറെ മോഡലുകൾ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള മാതൃകകൾ വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം. നമ്മൾ പുറത്തിറങ്ങിയാൽ നമ്മുടെ ഹൃദയത്തെ തെറ്റിക്കുന്ന കാഴ്ചകൾ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സുഹൃത്തുക്കൾ, ഇതൊക്കെ നമ്മുടെ ഹൃദയത്തെ ദുനിയാവിലേക്കാണ് വലിച്ച് ഇഴച്ചു കൊണ്ടുപോകുന്നത്. ആഖിറത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ പറിച്ചെടുക്കുന്ന ഘടകങ്ങളാണ് നമുക്ക് ചുറ്റുപാടുമുള്ളത്. ഈ ചുറ്റുപാട്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലഘട്ടത്തിന്റെ മുമ്പുള്ള രാജാക്കന്മാരുടെ ചരിത്രത്തിൽ വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഒരു രാജാവ് സുഖലോലുപനാണ്. അദ്ദേഹത്തിന്റെ മുഖ്യമായ ശ്രദ്ധ പെണ്ണുകെട്ടുന്നതിലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ പ്രജകൾ എപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്നത് വിവാഹത്തെക്കുറിച്ചായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഭരണകൂടം എന്ന് പറയുന്നത് വളരെ പ്രധാനമാകുന്നത് അതുകൊണ്ടാണ്. ഇസ്ലാം രാഷ്ട്രീയത്തിനും ഭരണകൂടത്തിനും വളരെ പ്രാധാന്യം നൽകിയതും അതുകൊണ്ടാണ്. കാരണം അത് വഴിപിഴച്ചു കഴിഞ്ഞാൽ, അത് വഴിപിഴച്ചു പോയ ഒരു രാജ്യത്തെ ജനങ്ങളെ നന്നാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. യഥാ രാജ തഥാ പ്രജ, എങ്ങനെയാണോ രാജാവ് അങ്ങനെയായിരിക്കും പ്രജകളും. അന്നാസു അലാ ദീനി മുലൂക്കിഹിം, ജനങ്ങൾ അവരുടെ രാജാവിന്റെ ദീനിലായിരിക്കും എപ്പോഴും ഉണ്ടാവുക. അപ്പൊ ഭരണകൂടം എന്ന് പറയുന്നത് ലോകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ടാണ് ഭരണാധികാരം എപ്പോഴും ഇസ്ലാം ഉദ്ദേശിക്കുന്ന വിധത്തിലായിരിക്കണം ലോകത്ത് നടക്കേണ്ടത്. വെറും ഉപദേശ പ്രസംഗം കൊണ്ട് ജനങ്ങളെ നന്നാക്കിയെടുക്കാൻ കഴിയില്ല എന്നതുകൊണ്ടുകൂടിയാണ്. അപ്പോ ഈ രാജാക്കന്മാരുടെ ചരിത്രം, പെണ്ണുകെട്ട് വിദഗ്ധനായ ഒരു രാജാവ്, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ജനങ്ങളുടെ സംസാരം അതിനെപ്പറ്റിയാണ്. കുറച്ചു കഴിഞ്ഞ് അടുത്ത രാജാവ് വന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മുഖ്യമായ ഹോബി വലിയ രമ്യഹർമ്മങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. വലിയ വലിയ കൊട്ടാരങ്ങൾ, ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക. അപ്പൊ അന്ന് ആ കാലഘട്ടത്തിലെ ജനങ്ങൾ അങ്ങാടിയിലും നാൽക്കവലകളിലും സംസാരിച്ചു കൊണ്ടിരുന്നത് ആ ബിൽഡിങ്ങിന്റെ വലിപ്പം, ഈ ബിൽഡിങ്ങിന്റെ വലിപ്പം, ആ ബിൽഡിങ്ങിന്റെ സൗന്ദര്യം, ഈ ബിൽഡിങ്ങിന്റെ ആർക്കിടെക്ചർ ആരാണ്, അതിന്റെ മഹാത്മ്യം എന്താണ്, ഇതാണ് ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ സംസാരം. വേറെ ഒരു രാജാവിന്റെ എന്ന് പറയുന്നത് തീറ്റപ്രിയനാണ്. ഇപ്പോ വിഭവങ്ങളെ പറ്റിയുള്ള, ഭക്ഷണങ്ങളെ പറ്റിയുള്ള അതിന്റെ ഹരമാണ് ജനങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖിലാഫത്ത് ഏറ്റെടുത്തതോടുകൂടി ജനങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അവർ സംസാരിക്കാൻ തുടങ്ങിയത്, ഇന്നലെ രാത്രി നിങ്ങൾ എത്രയാണ് തഹജ്ജുദ് നമസ്കരിച്ചത്, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച എത്രയാണ് ഖുർആൻ ഓതിയത്. ജനങ്ങളുടെ സംസാരത്തിന്റെ ശൈലി തന്നെ, അവരുടെ കാഴ്ചപ്പാട് തന്നെ മാറി. ഖലീഫ മാറിയതോടുകൂടി ജനങ്ങളുടെ വർത്തമാനം, അവരുടെ വിഷയങ്ങൾ തന്നെ മാറി. അങ്ങനെ ഒരു അന്തരീക്ഷം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. തർബിയത്ത് എന്ന് പറയുന്നത് അന്തരീക്ഷമാണ്. ഒരു അന്തരീക്ഷമാണ് നിങ്ങൾക്ക് തർബിയത്ത് നൽകുന്നത്. ഈ അന്തരീക്ഷത്തിൽ നിന്ന് നിങ്ങൾ മാറിയാൽ, ദുഷിച്ച ഒരു അന്തരീക്ഷത്തിലെത്തിയാൽ അതായിരിക്കും നിങ്ങളുടെ തർബിയത്ത്. അപ്പൊ ഇസ്ലാം എപ്പോഴും ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് മനുഷ്യന്റെ ഈമാനും തർബിയത്തും വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഈമാനും തർബിയത്തും നഷ്ടപ്പെടുത്തുന്ന ഘടകങ്ങളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അതുകൊണ്ട് ജീവിക്കുന്ന ചുറ്റുപാട് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് ഏതാണ് എന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഹൃദയത്തെ ആഖിറത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന, ദുനിയാവിലേക്ക് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ കൂടുതൽ കൂടുതൽ അള്ളിപ്പിടിപ്പിക്കുന്ന, ദുനിയാവിനോട് നമ്മുടെ ഹൃദയത്തെ ഒട്ടിച്ചേർക്കുന്ന ഒരു സാഹചര്യമാണ്. നിർഭാഗ്യവശാൽ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലും ഹൃദയത്തെ മാറാൻ അനുവദിക്കാതെ ഈമാനിൽ, ഇസ്ലാമിൽ, ഹിദായത്തിൽ, അള്ളാഹുവിന്റെ വെളിച്ചത്തിൽ, സന്മാർഗത്തിൽ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഈമാൻ. ആ ഒരു പരീക്ഷണത്തെ നേരിടുമ്പോൾ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയേണ്ടതുണ്ട് നമ്മുടെ ഹൃദയത്തെ. അപ്പോഴും പിടിച്ചു നിർത്താൻ, ഹൃദയത്തെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞെങ്കിലേ
നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എല്ലായ്പ്പോഴും ഈ ഹൃദയത്തെ ഈ വിധത്തിൽ പരിചരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അതിനെ വഴിതെറ്റിക്കുന്ന ഘടകങ്ങൾ എന്താണ് എന്ന് നോക്കിയിട്ട് ആ ഘടകങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇതിനെ ഉറപ്പിച്ചു നിർത്തുന്ന ഘടകങ്ങൾ എന്താണ് എന്ന് നോക്കി ആ ഘടകങ്ങൾ നമ്മൾ ബോധപൂർവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു തന്ന ചികിത്സകളെ നമ്മൾ ബോധപൂർവം അനുഷ്ഠിക്കണം. അതിൽ ഏറ്റവും പ്രധാനമാണ് അള്ളാഹുവിനെ ഓർക്കുവാൻ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ ഓർക്കുമ്പോൾ മാത്രമാണ് അറിയണം ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നത് എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തെ നമ്മൾ എപ്പോഴും ഓർക്കുക. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ഭദ്രമാക്കുക. ഹൃദയത്തിന്റെ സമാധാനം ദൈവസ്മരണയിൽ ആണ് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. അങ്ങനെ അള്ളാഹുവിനെ അടിക്കടി ഓർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു തന്നിട്ടുള്ളതുപോലെ ഇന്നൽ ഖുലൂബ തസ്തഉ കമാ യസ്തഉൽ ഹദീദ്. ഇരുമ്പ് തുരുമ്പിക്കുന്നത് പോലെ ഹൃദയങ്ങൾ തുരുമ്പിക്കും. ആ ഹൃദയങ്ങൾ തുരുമ്പിക്കുമ്പോൾ ഫമാ ജലാഉഹ, എന്താണ് ഹൃദയത്തിന്റെ തുരുമ്പിനുള്ള ചികിത്സ പ്രവാചകരെ എന്ന് ചോദിക്കുമ്പോൾ റസൂൽ പറയുന്നുണ്ട് തിലാവത്തുൽ ഖുർആൻ വദിക്റുൽ മൗത്ത്. ഖുർആൻ അടിക്കടി പാരായണം ചെയ്യുകയും മരണത്തെപ്പറ്റി എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. ഖുർആൻ അടിക്കടി പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. ഈമാൻ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു മാർഗമാണ്. നമ്മൾക്ക് മാർക്കിടാൻ, നമ്മുടെ ഹൃദയത്തിന് മാർക്കിടാൻ നമുക്ക് തന്നെ കഴിയും. ഖുർആൻ എടുത്താൽ ഒരു പേജ് ഓതുമ്പോൾ ഖുർആൻ മടക്കി വെക്കാൻ തോന്നുക ഹൃദയം വഴിമാറുന്നു എന്നതിന്റെ സൂചനയാണ്. നമസ്കരിക്കാനുള്ള ആവേശം നഷ്ടപ്പെടുക. വൈദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല. ഇത് ഒരു നിർബന്ധിതമായി മടിയോടുകൂടി നമസ്കരിക്കുക. നമസ്കരിക്കാൻ നിന്നാൽ ഈ നമസ്കാരം ഒന്ന് വേഗം അവസാനിക്കട്ടെ എന്ന് വിചാരിച്ച് എങ്ങനെയൊക്കെ എവിടെയൊക്കെ അതിനെ വെട്ടിച്ചുരുക്കാൻ പറ്റുമോ, ഏതൊക്കെ സുന്നത്തുകൾ ഒഴിവാക്കാൻ പറ്റുമോ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പരമാവധി അതിനെ വെട്ടിച്ചുരുക്കിക്കൊണ്ട് നമസ്കരിക്കുക. ഇതൊക്കെ ഹൃദയത്തിന്റെ താളം തെറ്റലിൻ ആരംഭിച്ചു എന്നതിന്റെ തെളിവുകളാണ്. ഇതൊക്കെ മനുഷ്യന് സംഭവിക്കാം. പക്ഷേ ഇത് രോഗമായി, രോഗത്തിന് മേൽ രോഗമായി മാറി വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു വേള ഇത് സംഭവിക്കുമ്പോൾ വേഗം സടകുടഞ്ഞെഴുന്നേൽക്കുവാൻ നമുക്ക് കഴിയണം. ഇതൊരു വേളയും ഒരാൾക്കും സംഭവിക്കുകയില്ല എന്ന് ആരും പറയുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അൽ ഈമാനു യസീദു വയൻഖുസ്. ഈമാൻ എന്ന് പറയുന്നത് കൂടുകയും കുറയുകയും ചെയ്യും. പക്ഷെ അത് കുറയുമ്പോ ബോധപൂർവം കൂട്ടാനുള്ള ശ്രമം നടത്തുന്നവനാണ് മുഅ്മിൻ. അത് കുറയുമ്പോ യാതൊരുവിധ ബേജാറും വെപ്രാളവും ഇല്ലാതെ കുറഞ്ഞുകൊണ്ടേയിരിക്കുക. ഖുർആൻ എടുക്കുമ്പോ അത് പൂട്ടിവെക്കാൻ ഒരിക്കൽ തോന്നുന്നു, പിന്നെ ഖുർആൻ എടുക്കുമ്പോ വീണ്ടും പൂട്ടിവെക്കാൻ തോന്നുന്നു, പിന്നെ ഖുർആൻ എടുക്കുമ്പോ വീണ്ടും പൂട്ടിവെക്കാൻ തോന്നുന്നു, പിന്നെ ഖുർആൻ എടുക്കാതാകുന്നു എന്നതാണ് സംഭവിക്കുക. ഒരിക്കൽ ഖുർആൻ എടുക്കുമ്പോ അത് പൂട്ടിവെക്കാൻ തോന്നുമ്പോ ഇനി രണ്ടാമത് സംഭവിച്ചത് സംഭവിച്ചു, ഇനി അടുത്ത തവണ അതിന് അനുവദിക്കുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി ഖുർആൻ എടുക്കാൻ കഴിയുമ്പോഴാണ് ഒരാളുടെ ഈമാൻ വർദ്ധിക്കുക. നമസ്കാരം ഒരു വേള ഒരു നമസ്കാരം പെട്ടെന്ന് തട്ടിപ്പടഞ്ഞ് അത് പൂർത്തിയാക്കുമ്പോ അത് ശരിയല്ല, അടുത്ത നമസ്കാരം ഇതിനുകൂടി, അതാണ് സുന്നത്ത്. ഒരു പോരായ്മ സംഭവിക്കുമ്പോ അതിന് പരിഹാരം ചെയ്യുക, അടുത്ത നമസ്കാരം കൂടുതൽ സമയമെടുത്തുകൊണ്ട് ചെയ്യുക. ഖുർആൻ ഒരു തവണ പൂട്ടിവെച്ചിട്ടുണ്ട് എങ്കിൽ അടുത്ത തവണ കൂടുതൽ ഖുർആൻ ഓതി അതിന് പരിഹാരം കാണുക. ഒരു സുന്നത്ത് നഷ്ടപ്പെടുമ്പോ അടുത്ത തവണ 2 സുന്നത്ത് എടുത്തുകൊണ്ട് അതിന് പരിഹാരം കാണുക. ഇങ്ങനെ ഹൃദയം മാറിമറിയുന്ന സന്ദർഭങ്ങളിൽ അതിനെ തിരിച്ച് അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക്, നല്ല അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സത്യവിശ്വാസികൾ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പൊ പരിശുദ്ധ ഖുർആന്റെ പാരായണം എന്ന് പറയുന്നത് ഈമാനിന്റെ, ഹൃദയത്തിന്റെ ഈ നിലനിൽപ്പിന്, ഹൃദയത്തിന് തുരുമ്പ് ബാധിക്കുമ്പോൾ അതിനുള്ള ഒരു ചികിത്സയായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ അടിക്കടി നമ്മുടെ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളതുപോലെ ലൗ തഹുറത്ത് ഖുലൂബുനാ മാ ശബിഅത് മിൻ കലാമില്ലാ, ലൗ തഹുറത്ത് ഖുലൂബുനാ മാ ശബിഅത് മിൻ കലാമില്ലാ. നമ്മുടെ ഹൃദയം ശുദ്ധമാണ് എങ്കിൽ ആ ഹൃദയം ഒരിക്കലും അള്ളാഹുവിന്റെ വചനങ്ങളുടെ കാര്യത്തിൽ വചനങ്ങളെ കുറിച്ച് അവക്ക് മതിവരില്ല, മതിയാവില്ല. എത്ര ഓതിയാലും വീണ്ടും വീണ്ടും
ഓതാനുള്ള ഒരു ഷൗക്കായിരിക്കും ഹൃദയം ശുദ്ധമാണെങ്കിൽ ഒരാൾക്കുണ്ടാവുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമ്മുടെ ഹൃദയം ശുദ്ധമാണ് എങ്കിൽ വീണ്ടും വീണ്ടും ഖുർആൻ ഓതാനാണ് തോന്നുന്നത്, മതിവരില്ല. ഒരു വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത് എത്ര ആർത്തിയോടുകൂടിയാണോ അത്ര ആർത്തിയോടുകൂടി ഖുർആൻ ഓതുക. ഒരു വിഭവ സമൃദ്ധമായ ഭക്ഷണം അത് തിന്നു തീരുന്നത് എത്ര നമുക്ക് അരോചകമാണോ അതുപോലെ ഈ ഖുർആൻ ഓതി തീരുന്നത്, അത് അവസാനിപ്പിക്കേണ്ടി വരുന്നത് നമുക്ക് അരോചകമാവുക. അതാണ് ഈമാനിന്റെ തുഹൂർ എന്ന് പറയുന്നത്, ശുദ്ധമായ ഈമാൻ എന്ന് പറയുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അങ്ങനെയായിരുന്നു, ഖുർആനായിരുന്നു അദ്ദേഹം അവസാനമായി ഷഹീദായപ്പോ, കൊല്ലപ്പെട്ടപ്പോ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഷഹീദായത്. അദ്ദേഹത്തിന് വെട്ടേറ്റ് അദ്ദേഹത്തിന്റെ രക്തത്തുള്ളികൾ അദ്ദേഹം ഓതിക്കൊണ്ടിരുന്ന ഖുർആനിൽ ഇറ്റുവീണു. ആ ഖുർആൻ ചരിത്രം പറയുന്നുണ്ട്, അത് പേജ് മറിക്കാൻ കഴിയുമായിരുന്നില്ല, അത്രയധികം ആകെ പിന്നിപ്പറിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ഖുർആൻ. അത്രയധികം ഉപയോഗം കൊണ്ട് നമ്മുടെ വീട്ടിൽ ഏറ്റവും കേടുപാട് പറ്റാതെ കിടക്കുന്ന പുസ്തകങ്ങളിൽ അപൂർവ കൃതികളിൽ ഒരു കൃതി പരിശുദ്ധ ഖുർആനായിരിക്കും. വേറെ ഏത് പുസ്തകങ്ങൾ കേടുവന്നിട്ടുണ്ട് എങ്കിലും ഈ പുസ്തകത്തിന് കാര്യമായ ഒരു കേടും പറ്റിയിട്ടുണ്ടാവില്ല. കാരണം അത് വളരെ ഭദ്രമായി പൊതിഞ്ഞ് അതിനൊന്നും പറ്റാതെ ഒരു പരിക്കുമേൽക്കാതെ ഭദ്രമായി സൂക്ഷിച്ചാൽ അതോടുകൂടി ഈമാൻ പൂർണ്ണമായി എന്നാണ് നമ്മൾ പല ആളുകളും വിചാരിക്കുന്നത്. അത് ഒതുവെടുക്കാതെ തൊടുന്നില്ല, അത് കുളി നിർബന്ധമായ അവസ്ഥയിൽ അത് സ്പർശിക്കുന്നില്ല, അത് കൊണ്ട് ആരും കളിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഒക്കെ അലമാരയിൽ വളരെ ഭദ്രമാണ്. അപ്പൊ അതോടുകൂടി അതിനോടുള്ള എല്ലാ ബാധ്യതയും തീർന്നു എന്നാണ് വിചാരിക്കുന്നത്. അതെടുത്ത് ഓതി പിന്നെയും ഓതി അതിന്റെ കടലാസുകൾ പിന്നിപ്പറിഞ്ഞ് മറിച്ച് തിരിച്ചും മറിച്ചും ഓതി അങ്ങനെയുള്ള എത്ര ഖുർആനുകൾ നമ്മുടെ വീടുകളിൽ ഉണ്ട് എന്നാലോചിച്ച് നോക്കുക. ഖുർആൻ ഓതാത്ത ഖബറിടങ്ങൾ, മഖ്ബറകളാണ് പല വീടുകളും, മുഅ്മിനീങ്ങളുടെ വീടുകളും. അപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ഖുർആൻ എന്ന് പറയുന്നത് ഈ വിധത്തിൽ പിന്നിപ്പറിഞ്ഞ ഖുർആനായിരുന്നു. ഈ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്, ഒരാളുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ അയാൾക്ക് ഖുർആൻ എത്രയെത്ര ഓതിയാലും മതിവരില്ല എന്നാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്. അവർ അങ്ങനെയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ. ഇന്ന അദാബ റബ്ബിക ലവാഖി, നിന്റെ റബ്ബിന്റെ അദാബ് സംഭവിക്കുക തന്നെ ചെയ്യും. മാലഹു മിൻ ദാഫിയ, അതിനെ തടയാൻ ആർക്കും കഴിയില്ല എന്ന ആയത്തുണ്ടല്ലോ. ആ ആയത്ത് ഓതിയിട്ടാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് രോഗമായത്. ഒന്നിലധികം തവണ പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ രോഗാതുരനാക്കിയിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നു. ഖുർആന്റെ ആയത്ത് ഓതിയാൽ ഒരാൾക്ക് രോഗമാകുമോ? രോഗമാകും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒന്നിലധികം തവണ രോഗമായിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ കാരണം എന്ന് പല ആളുകൾക്കും പിടികിട്ടിയില്ല. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഒരു ഖുർആനായത്താണ് അദ്ദേഹത്തിന് രോഗമുണ്ടാക്കുന്നത്. അദാബിനെ പറ്റി ഇന്ന അദാബ റബ്ബിക ലവാഖി, നിന്റെ റബ്ബിന്റെ അദാബ് സംഭവിക്കുക തന്നെ ചെയ്യും തീർച്ച എന്ന ആയത്ത്, അതിനെ തടയാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന ആയത്ത് കേട്ടപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് രോഗമായിട്ടുണ്ട്. അപ്പൊ ഇത്രയധികം പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾക്ക് ഒരു മനുഷ്യനിൽ മാറ്റമുണ്ടാക്കാൻ പറ്റുമെങ്കിൽ, അവന്റെ ഹൃദയത്തിൽ അതിന് മാറ്റമുണ്ടാക്കാൻ പറ്റുമെങ്കിൽ, എന്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഖുർആൻ ചികിത്സ നമുക്ക് നടത്തിക്കൂടാ? ഖുർആൻ വീണ്ടും വീണ്ടും ഓതിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ ചികിത്സിക്കുക, അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. അങ്ങനെ ഹൃദയത്തിൽ ഈ പരിശുദ്ധ ഖുർആന്റെ വെളിച്ചം നിറച്ചുവെക്കുക. ഇങ്ങനെ നിറച്ചുവെച്ച ഹൃദയമുള്ള ഈമാനിന്റെ നിറകുടം ആയ ഹൃദയങ്ങളുള്ള മനുഷ്യന്മാരെ വഴിപിഴപ്പിക്കുവാൻ പിന്നെ ആർക്കും സാധ്യമല്ല. അപ്പൊ ഈമാൻ ഖൽബിനെ, ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, അള്ളാഹുവിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ചുറ്റുപാടും ഈമാൻ വർദ്ധിപ്പിക്കാനും നമ്മുടെ ഹൃദയത്തെ പിടിച്ചു നിർത്തുവാനുമുള്ള കുറെ ഘടകങ്ങളുണ്ട്. പക്ഷേ ഈ ഘടകങ്ങൾക്കിടയിൽ കണ്ണുവട്ടന്മാരെ പോലെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ നമ്മുടെ ഈമാൻ വർദ്ധിക്കുവാൻ ഈ പ്രപഞ്ചം മതി, വേറെ ഒന്നും വേണ്ട. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്, തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ ബുദ്ധിയുള്ള, ആലോചനാശേഷിയുള്ള
ചിന്താശേഷിയുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും ദൃഷ്ടാന്തമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. രാവുകളെ കാണുമ്പോൾ രാവിനെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് വൈകുന്നേരമായിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് വെള്ളിയാഴ്ച പകലിന് ഒരു രാത്രിയില്ല. നിങ്ങൾ പകലിലാണ് കിടന്നുറങ്ങുന്നത്. നിങ്ങളുടെ സ്വകാര്യതയില്ല. രാത്രിയില്ലാത്ത ഒരു പകൽ. ഇന്ന് രാത്രിയായി കഴിഞ്ഞാൽ നാളെ നേരം വെളുക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു നോക്കൂ. ആകപ്പാടെ ഇരുട്ട്, ഒരു വെളിച്ചവുമില്ലാത്ത ഒരു ലോകത്ത് ജീവിക്കുന്ന നിങ്ങൾക്ക്, ആകപ്പാടെ ഇരുട്ടിൽ തപ്പുന്ന നിങ്ങൾ, പ്രപഞ്ചം മുഴുവനും ഇരുട്ട്. ഇത് വളരെ കൃത്യമായി മാറി മാറി വരുന്ന ഒരു സാഹചര്യത്തെപ്പറ്റി ആലോചിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹുവിനെ പറ്റി എങ്ങനെയാണ് അയാൾക്ക് ആലോചിക്കാതിരിക്കാൻ കഴിയുക? അള്ളാഹുവിനോട് എങ്ങനെയാണ് അയാൾക്ക് നന്ദി കാണിക്കാതിരിക്കുവാൻ കഴിയുക? ഇത് മുഴുവനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പൊ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ ഈ ഭൂമി, അതിന്റെ കിടപ്പ്, പർവ്വതങ്ങൾ താണ്ടുന്ന മലകൾ കയറുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുഴുവനും മലകയറ്റമാണ് എന്ന് സങ്കല്പിച്ചു നോക്കുക. നിരന്ന റോഡിലൂടെ നടന്നു നീങ്ങുന്ന നിങ്ങൾക്ക് കുറച്ച് നടക്കണമെങ്കിൽ മല കയറിയേ പറ്റൂ എന്നുള്ള ഒരു രോഗമാണ്. ആ വിധത്തിലുള്ള ഒരു വിരിപ്പിടം അല്ലാത്ത ഒരു ഭൂമിയാണ് നിങ്ങളുടെ ഭൂമി എങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും ആ ഭൂമി? ഈ ആകാശം ഇതുപോലല്ലാത്ത ഒരു ആകാശമാണ്. സൂര്യനും നിങ്ങളും തമ്മിലുള്ള അകലം ഇത്ര ഉള്ള ഒരു അകലം അല്ല. അത് കുറച്ചുകൂടി ദൂരെയാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി അടുത്താണ്. എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പൊ ഇങ്ങനെ ഈ പ്രപഞ്ചത്തെപ്പറ്റി ഒരു ആലോചിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറയുകയാണ്, അവർക്ക് ബുദ്ധിയുണ്ടെങ്കിൽ അതിൽ ദൃഷ്ടാന്തമുണ്ട്. അല്ലദീന യദ്കുറൂനല്ലാഹ, അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകളാണ് അവർ. ഖിയാമൻ, അവർ നിന്നുകൊണ്ട്, വഖുഊദൻ, അവർ ഇരുന്നുകൊണ്ട്, വഅലാ ജുനൂബിഹിം, അവർ കടന്നുകൊണ്ട്. ഏതവസരത്തിലും അല്ലാഹുവിനെ പറ്റി ഓർക്കുന്ന ആളുകൾ. അത് നിസ്കരിക്കുന്ന 2 മിനിറ്റ് അല്ല, സുജൂദ് ചെയ്യുന്ന 1 സെക്കൻഡ് അല്ല, ജീവിതം മുഴുവനും നടന്നും ഇരുന്നും കിടന്നും ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലും അല്ലാഹുവിനെ പറ്റി ആലോചിക്കുന്ന ആളുകൾ. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ പറ്റി ചിന്തിക്കുന്ന ആളുകൾ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഈമാൻ വർദ്ധിക്കും. അവരുടെ ഹൃദയത്തെ ഈമാനിൽ കുളിപ്പിച്ചു നിർത്തുവാൻ അവർക്ക് കഴിയും. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിന് ഈമാൻ നൽകുന്ന എല്ലാ ഘടകങ്ങളെയും സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ, നിങ്ങളുടെ കൺമുമ്പിൽ, നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ ശരിപ്പെടുത്തുക. നമ്മളെന്തുകൊണ്ട് വൃത്തികേടുകളിലേക്ക് തന്നെ വഴിമാറുന്നു? നമുക്ക് എന്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിലേക്ക് വഴിമാറാൻ കഴിയുന്നില്ല? നമ്മുടെ ഹൃദയത്തെ എന്തുകൊണ്ട് മറ്റുള്ളവർ പിടിച്ചു വലിക്കുമ്പോൾ നമ്മൾ നിന്നുകൊടുക്കുന്നു? നമ്മുടെ ഹൃദയത്തെ എന്തുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ ബന്ധിപ്പിച്ചു നിർത്താൻ നമുക്ക് കഴിയുന്നില്ല? നമ്മുടെ ചുറ്റുപാടുകളും കുടുംബങ്ങളും എന്തുകൊണ്ട് നമ്മളെ വഴിവെപ്പിക്കുന്നു? എന്തുകൊണ്ട് ആ സന്ദർഭങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ പിടിച്ചു നിർത്തുവാൻ നമുക്ക് കഴിയുന്നില്ല? അപ്പോൾ ഹൃദയത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പിടിച്ചു നിർത്തുക. അങ്ങനെ പരലോകത്ത് ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സുരക്ഷിതമായ, കേടുപാടുകളില്ലാത്ത, രോഗാതുരമല്ലാത്ത, രോഗമുക്തമായ ഒരു ഹൃദയവുമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന, അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടുന്ന ഹൃദയങ്ങളുടെ ഉടമകളാവുക. അങ്ങനെ അള്ളാഹുവിന്റെ സ്വർഗം നേടിയെടുക്കുക. ഇതാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുകയും അവന്റെ നല്ലവരായ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ.